അപ്പോൾ ചങ്ങായിമാരെ എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടെ സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ലിംഗ് ഷോട്ടിൽ എങ്ങനെ റബ്ബർ കെട്ടിയെടുക്കാം എന്നുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ബേസ് മോഡൽ സ്ലിംഗ് ഷോട്ടിലും അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിലിറ്ററി സ്ലിംഗ് ഷോട്ടിലും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ റബ്ബർ കെട്ടിയെടുക്കാം, അതായത് ഇതേപോലെ എങ്ങനെ റബ്ബർ കെട്ടിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കെട്ടാൻ വേണ്ടി എന്തൊക്കെ ടൈപ്പ് ടൂൾസാണ് യൂസ് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ പിഞ്ചർ എന്ന് പറയും, ഇതാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം. അതേപോലെ തന്നെ നോസ് പ്ലെയർ, പിന്നെ നമ്മളൊരു ത്രെഡ് കട്ടർ, നമ്മുടെ സാധാ നൂലൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി, തയ്ക്കുന്ന സമയത്ത് നൂല് കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത്. അതേപോലെ തന്നെ രണ്ട് ഐറ്റം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്ലിംഗ് ഷോട്ടിൻ്റെ റബ്ബർ കെട്ടുന്ന ടൈപ്പ് റോപ്പ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ റബ്ബർ ബാൻഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സാധാ റബ്ബർ ബാൻഡ് വെച്ച് കെട്ടിയാൽ മതി, ഇത് വെച്ച് കെട്ടണമെന്നൊന്നുമില്ല കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ എടുത്തേക്കുന്ന 3 ടൈപ്പ് റബ്ബറാണ്. ഇത് സാധാരണ നമ്മൾ 160 ഏകദേശം 160 രൂപ വില വരുന്ന, മീറ്ററിന് വില വരുന്ന സ്ലിംഗ് ഷോട്ടിന് തന്നെ ഉപയോഗിക്കുന്ന റബ്ബറാണ്. പിന്നെ ഇത് ടോർണിക്കറ്റിന് ഉപയോഗിക്കുന്ന റബ്ബർ, ഇതും ടോർണിക്കറ്റിന് ഉപയോഗിക്കുന്ന റബ്ബറാണ്. ഇത് ഏകദേശം ഒരു മീറ്ററിന് 50 രൂപ വിലയും ഇതിന് 30 രൂപയായിട്ടേ വിലയുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഷൂലേസ്. ഇത് സാധാ കോട്ടൺ ഷൂലേസ് അല്ല, നൈലോൺ ടൈപ്പ് ഷൂലേസ് ആണ്. എന്നാലാണ് നമുക്ക് ഇച്ചിരി കൂടെ സ്ട്രോങ് ആയിട്ട് ഈ ഡാർട്ടൊക്കെ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഇച്ചിരി കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുള്ളൂ. കെട്ടുന്ന സമയത്ത് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ കൈയുടെ ലെങ്ത്ത്. അതായത് നമ്മൾ ഇപ്പോൾ ഈ സ്ലിംഗ് ഷോട്ട് പിടിച്ചിട്ട് നമ്മൾ വലിക്കുന്ന സമയത്ത് നമുക്ക് മാക്സിമം പ്രഷറിൽ അല്ലെങ്കിൽ ഫോഴ്സിൽ നമുക്കിത് വലിച്ച് ഹോൾഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കൈയുടെ ലെങ്ത് അനുസരിച്ചാണ്, ഓരോരുത്തരുടെ കൈയുടെ ലെങ്ത് അനുസരിച്ചിട്ടാണ് നമ്മൾ റബ്ബർ കെട്ടേണ്ടത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. കാരണം അങ്ങനെ കെട്ടിയില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡാർട്ട് വലിച്ചു വിടുന്ന സമയത്ത് മാക്സിമം ഫോഴ്സ് ഡാർട്ടിലേക്ക് വരില്ല, ഡിസ്റ്റൻസ് കിട്ടില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഒരെണ്ണം ടെംപ്ലേറ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കൈക്ക് പാകത്തിന് കെട്ടിയെടുത്താണ് ഒരു റബ്ബർ നമ്മൾ എപ്പോഴും ടെംപ്ലേറ്റ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതനുസരിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കണേ. ഈ റബ്ബറും നമ്മൾ മാറ്റി വയ്ക്കാം. ഇത് കെട്ടുന്നില്ല, നമ്മൾ ഈ ചുമന്ന റബ്ബറിലാണ് നമ്മൾ ഇത് കെട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലെങ്ത്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളിത് ഈ അളവിൽ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ടെംപ്ലേറ്റ് ആക്കി വെച്ചേക്കുന്നതിൻ്റെ റബ്ബറിൻ്റെ അനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് എടുക്കുമ്പോൾ കുറച്ച് ലെങ്ത്ത് കൂട്ടി നമ്മൾ എന്തായാലും എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഏകദേശം ഈ ലെങ്ത്തിലാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. കട്ട് ചെയ്തു. 2 പീസും ഒരേ ലെങ്ത്തിൽ നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, കട്ട് ചെയ്തു. ഇത് ഉപയോഗിക്കണം എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ റബ്ബർ കട്ട് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് കേട്ടോ അത്. ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെയിൽ കട്ടർ ഉപയോഗിച്ചിട്ടായാലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പക്ഷേ ഇത് കുറച്ചും കൂടെ സിമ്പിളായിട്ട് നമുക്ക് ഈ റബ്ബർ കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മളത് ഈ പിഞ്ചർ എടുത്തിട്ട് നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് മാക്സിമം കയറ്റുക. ഈ ലെവലിൽ ഒരു സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ നമ്മളിത് വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ ഈ കട്ടർ വെച്ചിട്ട് ഇവിടെ കട്ട് ചെയ്യാം കേട്ടോ. ഇതങ്ങ് കട്ട് ചെയ്തു. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഹോൾ കഴിഞ്ഞത് പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ നേരെ കുറച്ചും കൂടെ തള്ളി കയറ്റിയിട്ട് നമ്മുടെ നോസ് പ്ലെയർ ഉള്ളിൽ കയറ്റിയിട്ട് ഇതങ്ങ് തിരിച്ചങ്ങ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു അറ്റം എടുത്തിട്ട് നമ്മൾ ഈ ഹോളിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക. അതിനുശേഷം നമ്മൾ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ എടുക്കും. ആ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് നേരെ ഇതിൻ്റെ അറ്റത്ത് വെച്ചിട്ട് അങ്ങ് അകത്തേക്ക് തള്ളി കയറ്റി വെച്ചാൽ മതി കേട്ടോ. സിമ്പിളായിട്ടാണ് നമ്മൾ ഇവിടെ വയ്ക്കുക. ഓക്കെ, കയറ്റി വിടുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആവശ്യത്തിന് ലെങ്ത്ത് നമുക്ക് എന്തോരമാണ് ആ റൗണ്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റൗണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഈ പൊസിഷനിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇത് മാറ്റുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടുത്തതും അതേപോലെ തന്നെ ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മുടെ പിഞ്ചർ എടുക്കുക, നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക, അതിൻ്റെ ഇവിടെ വയ്ക്കുക. ഇതിൻ്റെ ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കാൻ പാകത്തിന് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ഇതെടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറ്റുക. നമ്മുടെ ആവശ്യത്തിന് ലെങ്ത്തിന് ഇത് വലിച്ചെടുക്കുക. വലിക്കുന്ന സമയത്ത് നമ്മൾ 2 റബ്ബറും ഒരേ അളവായിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും ഡാർട്ട് റിലീസ് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ ഏകദേശം ഒരേപോലെ ആയിട്ടുണ്ട് കേട്ടോ 2 റബ്ബറും. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരേപോലെ ആയിട്ട് നമുക്ക് നേരെ ഈ നോസ് പ്ലെയർ റിലീസ് കൊടുക്കുക, ഇത് ഊരിയെടുക്കുക. ഇത്രയാണ് പരിപാടി. അതിനുശേഷം നമുക്ക് 2 ടൈപ്പ് സാധനം നമുക്ക് യൂസ് ചെയ്യും. ഇത് നമ്മുടെ സാധാ സ്ലിംഗ് ഷോട്ടിലേക്ക് കെട്ടുന്ന വള്ളിയാണ്. അതേപോലെ തന്നെ നമുക്ക് റബ്ബർ ബാൻഡ് ഉണ്ട്. നമ്മൾ ഇന്നിപ്പോൾ എന്തായാലും റബ്ബർ ബാൻഡ് എടുത്തിട്ടാണ് കേട്ടോ കെട്ടുന്നത്. ഓക്കെ, നമ്മൾ റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട്. റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇങ്ങനെ 2ആയിട്ട് കട്ട് ചെയ്യുക. സാധാരണ നമ്മൾ കെട്ടുന്ന പോലെ തന്നെ വലിച്ച് കെട്ടുക. ചുമ്മാ റൗണ്ട് വെച്ചിട്ട് അങ്ങ് കെട്ടിക്കൊടുത്തേക്കുക. കെട്ടി
ഉള്ളൂ പരിപാടി. സിമ്പിളായിട്ട് നമ്മൾ സാധാ കിട്ടുന്ന പോലെ തന്നെ റബ്ബർ കെട്ടിയെടുത്തേക്കുക കേട്ടോ. എന്നിട്ട് ബാക്കി എക്സസ് ആയിട്ടുള്ള സാധനമൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കുക. അടുത്തതും അതേപോലെ തന്നെ നമുക്ക് കെട്ടിയെടുക്കുക. ഒരു റബ്ബർ ബാൻഡ് എടുക്കുക, രണ്ടായിട്ട് കട്ട് ചെയ്യുക, നേരെ ഇവിടെ വെച്ചിട്ട് കെട്ടിക്കോളുക. ചുമ്മാ കെട്ടി അങ്ങ് എടുത്തേച്ചാൽ മതി. ഓക്കെ, എക്സസ് ആയിട്ടുള്ളത് കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ 2 റബ്ബറും നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ടെംപ്ലേറ്റ് എടുത്തിട്ട് ഒന്ന് വെച്ച് നോക്കുക. ലെങ്ത്ത് കൂടുതലുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ഇതിനകത്ത് ഇച്ചിരി കൂടുതലായിട്ടുണ്ട്, നമുക്കത് കുഴപ്പമില്ലാത്ത ലെങ്ത്താണ്. നമുക്ക് എന്നാലും കുറച്ചങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം കേട്ടോ. നമ്മൾ ടെംപ്ലേറ്റ് എടുത്ത് അതിനകത്ത് കുറച്ച് കട്ട് ചെയ്ത് കളയാം. ഇതും അതേപോലെ തന്നെ ഒരേ ലെവലിൽ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യണം. പിടിച്ചിട്ട് ഒരേ ലെവലിലായിരിക്കണം കേട്ടോ റബ്ബർ കെട്ടണേ. ഓക്കെ, കളഞ്ഞിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഷൂ ലേസാണ് കേട്ടോ. നമ്മൾ ഇതേ ഒരു ഷൂ ലേസ് എടുത്തിട്ടുണ്ട്. ഈ ഷൂ ലേസ് എങ്ങനെയാണ് കെട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഷൂ ലേസ് കയറ്റി വയ്ക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു കെട്ടിടുക, ഒരു റൗണ്ട് അടിക്കുക, ഒരു സെക്കൻഡ് റൗണ്ടും കൂടെ അടിച്ചങ്ങ് കൊടുക്കുക. എന്നിട്ട് ഇതങ്ങ് വലിച്ച് ടൈറ്റ് ചെയ്യുക. അപ്പോൾ കെട്ട് ഏകദേശം ഇതേപോലെ ലെവലിൽ നമുക്ക് കെട്ടായിട്ട് കിട്ടും. എന്നിട്ട് ഇതൊന്ന് വലിച്ച് പ്ലെയർ വെച്ചിട്ടൊന്ന് വലിച്ചങ്ങ് ടൈറ്റ് ചെയ്യുക. കെട്ടൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക. ഈ എക്സസ് ആയിട്ടുള്ള സാധനങ്ങൾ കട്ട് ചെയ്ത് കളയാം കേട്ടോ. എക്സസ് ആയിട്ടുള്ള നൂല് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം നമുക്ക് എന്തോരം ലെങ്ത്ത് വേണം, ഈ ഡാർട്ട് ഹോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് എത്ര ലെങ്ത്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആവശ്യത്തിന് ലെങ്ത്ത് എടുക്കുക. നമ്മൾ ഏകദേശം ഇത്രയും നമ്മൾ റബ്ബർ ഇതിനകത്തേക്ക് കയറ്റി വയ്ക്കും. റബ്ബറിൻ്റെ അകത്തേക്ക് വള്ളി കയറ്റി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലെങ്ത്ത് നമുക്ക് മതിയാവും. ഡാർട്ട് ഹോൾഡ് ചെയ്യാനായിട്ട് ഈ ലെങ്ത്ത് മതിയാവും. അതേപോലെ തന്നെ ആദ്യം കെട്ടിയ പോലെ തന്നെ ഒരു ഹോൾഡ് 2 തവണ റൗണ്ട് അടിച്ച് എടുക്കുക. അങ്ങ് വലിച്ചു കൊടുക്കുക കേട്ടോ. നമ്മുടെ ആവശ്യത്തിന് ലെങ്ത്ത് ഇട്ടിട്ട് വലിച്ചങ്ങ് കൊടുക്കുക. ഓക്കെ, അതെ ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മളാണ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പോകാം കേട്ടോ. കയറ്റി അങ്ങ് കൊടുക്കുക. സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് തള്ളി കയറ്റി അങ്ങ് വെച്ചെടുത്തേക്കുക. അപ്പോൾ നമ്മൾ 2 സൈഡിലേക്കും ഈ ഷൂ ലേസ് കയറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ റബ്ബർ ബാൻഡ് വെച്ച് കെട്ടണുണ്ടോ. അതിന് നമ്മൾ റബ്ബർ ബാൻഡ് തന്നെയാണ് യൂസ് ചെയ്യണം. നമ്മൾ ഈ സാധനം യൂസ് ചെയ്യുന്നില്ല, റബ്ബർ ബാൻഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എടുക്കുക, ഇതങ്ങ് കട്ട് ചെയ്യുക. ഈ ഒരറ്റത്ത് ഇങ്ങനെ വെച്ചിട്ട് നല്ല മാക്സിമം ടൈറ്റിലങ്ങ് വലിച്ചങ്ങ് കെട്ടിക്കോളുക. ആണോ, ഇതേപോലെ അങ്ങ് മാക്സിമം ടൈറ്റ് ആക്കിയിട്ട് അങ്ങ് കെട്ടിക്കോളുക റബ്ബർ ബാൻഡ്. നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല എന്തോരം വേണം, എന്തോരം കെട്ടണം എന്നുള്ളൊരു നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. ആ ഐഡിയക്ക് വെച്ചിട്ടാണ് കെട്ടിയിട്ട് നമ്മളിത് ഇവിടെ അങ്ങ് കെട്ടിക്കൊടുക്കുക. രണ്ട് തവണ അങ്ങ് കെട്ടിയേക്കുക. ബാക്കി എക്സസ് ആയിട്ടുള്ള സാധനം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അത് കട്ട് ചെയ്ത് മാറ്റി അടുത്ത റബ്ബർ ബാൻഡ് എടുക്കുക, നടുക്ക് വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്യുക. ഇപ്പുറ സൈഡും അതേപോലെ തന്നെ അങ്ങ് കെട്ടിക്കൊടുക്കുക കേട്ടോ. ഓക്കെ, രണ്ട് സൈഡും കെട്ടിയിട്ടുണ്ട്. എക്സസ് ആയിട്ടുള്ള റബ്ബർ ബാൻഡ് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ നമ്മൾ റബ്ബർ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്രയും സിമ്പിളാണ് നമുക്ക് റബ്ബർ കെട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എന്തായാലും നമ്മുടെ ബേസ് മോഡലിൽ തന്നെ നമുക്ക് ഇട്ട് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. ഇതങ്ങ് വലിച്ചങ്ങ് ഊരി എടുക്കുക, ഇതും അങ്ങ് ഊരി മാറ്റിയേക്കുക, വലിച്ച് കയറ്റുക. ഓക്കെ, സെറ്റ്. അപ്പോൾ നമ്മൾ റബ്ബർ ബാൻഡ് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെച്ചിട്ട് ബേസ് മോഡൽ ഉപയോഗിച്ചിട്ട് നമ്മൾ കുറച്ച് നാളായി മീൻ പിടിച്ചിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ മീൻ പിടിക്കുന്ന വീഡിയോ ചെയ്യാൻ കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് വെയിറ്റ് ചെയ്തേക്ക്. ഓക്കെ.